ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഹോസ്പിറ്റലിലും പിന്നെ ഒരു ദിവസം വേറെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഈ വൈറ്റമിൻ D3 കുറവ് നല്ലപോലെ ഉണ്ടായിരുന്നു. 11 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വൈറ്റമിൻ D3 കുറവുള്ള ആൾക്കാർക്ക് പൊതുവേ ഈ ഹെയർ തലമുടി കൊഴിച്ചിലുണ്ടാവുക, അതുപോലെ തന്നെ ക്ഷീണം ഉണ്ടാവുക, മസിലുകൾ തോറും നല്ല പെയിൻ ഉണ്ടാവുക, എപ്പോഴും നമുക്ക് കിടക്കണം എന്ന് തോന്നുക, എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്ഷീണം വരിക, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, പലർക്കും പല ഇതിലാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് അതിന് വൈറ്റമിൻ D3 കുറഞ്ഞാൽ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ഇരുന്നിട്ടൊക്കെ എണീക്കുമ്പോൾ എനിക്കിങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഈ തല ഇങ്ങനെ കറങ്ങും പോലെ തോന്നും, കണ്ണിലിരുട്ട് കയറുക എന്നൊക്കെ തോന്നും. ഞാനതൊന്നും കാര്യമാക്കിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഈന്തപ്പഴം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് വിചാരിച്ച്. ഇനി എനിക്ക് ഹീമോഗ്ലോബിനും പൊതുവേ 9.5 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ലാബിൽ ടെസ്റ്റിന് കൊടുത്ത് അൽഹംദുലില്ലാ. അപ്പോൾ റിസൾട്ട് ഹീമോഗ്ലോബിൻ 11 ആയിട്ടുണ്ട്. അപ്പോൾ അത് നോർമലി അത്രയാണ് അതിൻ്റെ ആവറേജ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് വൈറ്റമിൻ D3 19 ഉണ്ട്. പിന്നെ അതുപോലെ BP നല്ല ലോയാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ അതിനെ ചൊല്ലി ഹോസ്പിറ്റലിലൊക്കെ പോയി 2.5 ആഴ്ചത്തേക്ക് മരുന്നൊക്കെ വാങ്ങി, മെഡിസിനൊക്കെ വാങ്ങി. അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമില്ല. 2 ദിവസമായിട്ടുള്ളൂ സ്റ്റാർട്ടിങ് ചെയ്തിട്ട് ടാബ്ലറ്റ് നോക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും, ഇപ്പം എനിക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, ചെറുത്, വളരെ ചെറുത്. അതിലൊരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വ്യൂസ് ഇല്ല, വാച്ച് അവർ ടൈമിംഗ് ഇല്ല. കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഞാൻ ആഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടലില്ലാതെ ഇരുന്ന് അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് ഭയങ്കര ഇതായിട്ട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരിതിലല്ല ഞാൻ തുടങ്ങിയത്. പിന്നെ എപ്പോഴത്തേക്കാണ് ഒരു വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ തോന്നിയത്. അങ്ങനെ കുറച്ച് എന്നാൽ കഴിയുന്ന വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. ഞാനൊരാളെ പോലും, ഒരു സബ്സ്ക്രൈബേഴ്സിനെ പോലും ചെയ്യാൻ പറയും, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്ന് പറയും. അതിനുശേഷം ഞാൻ ചെന്നിട്ട് അവരുടെ അടുത്ത് തന്നിട്ട് നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടാൽ ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയോ, എന്താ നിങ്ങളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം, അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാറില്ല. അൽഹംദുലില്ലാ എൻ്റെ വീഡിയോ ഒരു താഴെ ഇന്ന് വരെയായിട്ട് വേറെ ഒരു ബാഡ് കമൻറ്റ് വന്നിട്ടും ഇല്ല. പിന്നെ ഒരാൾ അത്രയും എനിക്ക് പിന്നെ ഞാനിട്ട വീഡിയോസിൽ കൂടി എൻ്റെ നമ്പർ കിട്ടിയിട്ട് വന്ന ആളെ ഞാൻ പറയണില്ല, ഞാൻ അയാൾ പറഞ്ഞ വാക്കുകൾ ഇവിടെ പറയണില്ല, അയാൾ അയച്ച മെസ്സേജ് ഇവിടെ കാണിക്കാനില്ല. എല്ലാം എൻ്റെ അടുത്ത് സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളെന്നോട് മാപ്പ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അടുത്ത് എനിക്ക് തിരഞ്ഞു വരാൻ നിങ്ങൾ അധികം ദൂരമില്ല, നിങ്ങൾ അത്രയും ഒരു ബാഡ് കമൻറ്റ് ഇട്ടപ്പം എനിക്ക് എനിക്ക് സങ്കടമായി, എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ വേദനിച്ച്. അപ്പോൾ കുറേ അല്ലാ റസൂല് അല്ലാ ഖുർആൻ ഹദീസ് എന്ന് പറഞ്ഞതിലുണ്ട് അർത്ഥമില്ലല്ലോ. മറ്റുള്ളവരെ കുത്തി നോവിപ്പിക്കുമ്പോഴും അതും ഒരു തെറ്റ് തന്നെയാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കുത്തി നോവിപ്പിക്കുമ്പോഴും അത് തെറ്റ് തന്നെയാണ്. പിന്നെ അതവിടെ നിൽക്കട്ടെ. പിന്നെ ഒരു കാര്യം, എല്ലാവരെയും അടച്ചാക്ഷേപിക്കാനോ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു പുരുഷന് വികാരം ഉണ്ടാവുക. ഒരു സ്ത്രീയെ കാണുമ്പോഴത്തേക്ക്, സ്ത്രീയുടെ മുഖം കാണുമ്പോൾ, ഇല്ലെങ്കിൽ സ്ത്രീ നടന്നു പോകുമ്പോഴത്തേക്ക്, അതൊക്കെ അവരുടെ ജനിതക പ്രശ്നമോ അല്ലെങ്കിൽ പിന്നെ അവരെ കുടുംബ മഹിമ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതിപ്പോൾ ഒരു മനുഷ്യൻ അങ്ങനെ ആയതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ആണുങ്ങളും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ എത്രയോ ആണുങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്, എത്രയോ മൊയ്ലിയാക്കന്മാർ നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് താടിയൊക്കെ ഇട്ട് നല്ല അത്രയൊക്കെ തേച്ച് മോതിരമൊക്കെ കാണിച്ച് തസ്ബീഹൊക്കെ കാണിച്ചിട്ട് കുറേ മൊയ്ലിയാക്കന്മാർ ചെയ്യുന്നുണ്ട്. അതുപോലെ കുറേ വീട്ടമ്മയല്ല, ആണുങ്ങൾ പല കണ്ടൻറ്റ് വെച്ചിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊന്നും പോയി ഒരു സ്ത്രീകളും ഉസ്താദേ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ചേട്ടാ ഇക്ക കാക്കു നിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നെന്ന് ഒരു സ്ത്രീകളും കമൻറ്റ് എഴുതിയിട്ടില്ല, ഒരു സ്ത്രീകളും എഴുതാൻ പോയിട്ടില്ല. പക്ഷേ ഒരു ചുള്ളിക്കമ്പിൽ ഒരു കറുത്ത ഒരു പർദ്ദ കണ്ടാലോ, അല്ലെങ്കിൽ ഒരു ചുള്ളിക്കമ്പിൻ്റെ മേലെ ഒരു ചുരിദാർ കണ്ടാലോ, ഒരു ചുള്ളിക്കമ്പ് സാരിയായിട്ട് ഇങ്ങനെ നടന്നു പോയാലോ അപ്പോൾ ആണുങ്ങൾക്ക് വേറൊരു തോന്നും. എന്ത് കഷ്ടമാണ് എന്തോട്ടാ. എല്ലാവരും അല്ല കേട്ടോ പറയണത്, അനുഭവം മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. പിന്നെ എൻ്റെ ഹിസാബ് ഞാനാണ് ഖബറിൽ കൊടുക്കുന്നത്. എൻ്റെ ഈ വീഡിയോ കാണുന്നവരും അല്ല, വീഡിയോയ്ക്ക് കമൻറ്റ് ഇടണവരും അല്ല. ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ഇടൂ, എൻ്റെ വീഡിയോസ് കണ്ടോളി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ സ്നേഹിക്കണ 10 ആൾക്കാരുണ്ടെങ്കിൽ അവർ കണ്ടാൽ മാത്രം മതി. പിന്നെ യൂട്യൂബിൽ നിന്ന് ഞാൻ ഇങ്ങനെ കുറേ പൈസ ഇങ്ങനെ കിട്ടും,
നാളെ ആകുമ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് കുറേ കിട്ടും, അങ്ങനെയല്ല. പക്ഷേ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എന്നെ പഠിപ്പിക്കേണ്ട ആരും. എന്നെ പഠിപ്പിക്കാൻ വന്നവർക്കറിയാമല്ലോ ആരാണെന്ന്. എന്നെ പഠിപ്പിക്കേണ്ട, നിങ്ങളെ ഹിസാബ് നിങ്ങൾ കൊടുക്കുക, എൻ്റെ ഹിസാബ് ഞാൻ കൊടുത്തോളാം. പിന്നെ ലോകത്ത് ഇങ്ങനെ നടക്കണ ഇങ്ങനെ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടുന്ന എല്ലാ സ്ത്രീകളെയും നന്നാക്കാൻ വേണ്ടി പോയാൽ അതിനെ എനിക്ക് നേരം വരുള്ളൂ. പിന്നെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ നന്നാക്കാനുള്ള നേരം കിട്ടില്ല, പിന്നെ അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. ഓക്കെ, അതൊരു വിഷം. അൽഹംദുലില്ലാ കുറച്ച് കാര്യങ്ങൾ മനസ്സിലുകൊണ്ടാണ് ഞാൻ പബ്ലിസിറ്റി ചെയ്യാതെ ഒരാളെ മുഖത്ത് കരിവാരി തേക്കാതെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഇൻഷാ അല്ലാഹ് അതങ്ങനെ ഇരിക്കട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാരും ദയവ് ചെയ്തിട്ട് നിങ്ങളത്ര പെർഫെക്റ്റ് അല്ല ഞാൻ. ഓക്കെ, നിങ്ങൾ എല്ലാം തികഞ്ഞോലായിരിക്കും. നിങ്ങൾ ദുനിയാവിൻ്റെ ഈ ഭാഗത്ത് നാളെ ആഖിറത്തിലെത്തേക്കും എല്ലാം തികച്ച് വെച്ചിട്ടുള്ളവരും ആയിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ പഠിച്ചവൻ്റെ ഒരു അടിമയാണ്. എനിക്ക് എത്രങ്ങാനും പോരായ്മകളുണ്ട്, എന്തൊക്കെ തെറ്റുകളുണ്ട്, അതൊക്കെ എൻ്റെ റബ്ബിനെ അറിയാമോ. ഞാൻ ഒരാളെ കുറ്റം പറയാനോ ഒന്നും വന്നിട്ടില്ല. അത് വേറൊരു കാര്യം. പിന്നെ നമ്മൾ ഏത് മേഖലയിൽ നിന്നാലും സോഷ്യൽ മീഡിയയിലാവട്ടെ വീട്ടിൽ നിൽക്കണാവട്ടെ നമ്മളെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇസ്ലാമിനെ പിടിച്ചിടാം, മതത്തിനെ പിടിച്ചിടാൻ പാടില്ല. നമുക്കൊരാളെ കൂടെ ചാറ്റ് ചെയ്യണോ, അതിൽ പണ്ട് സഹാബികൾ ചാറ്റിയിരുന്ന്, പണ്ട് റസൂലുള്ള അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് എന്നൊന്നും നമ്മൾ പറയേണ്ട. ഖുർആനും ഹദീസും വെച്ചിട്ട് നമ്മളെ ജീവിതത്തിനെ നമ്മളെ കുടുംബത്തിനെ നമ്മളൊന്നും ഇതാക്കണ്ട. കാരണം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. പടച്ചവനാണ് അവിടെ എന്ത് തരണ്ടെന്ന് ചിന്തിക്കുന്നത് നമുക്ക് മേലെയുള്ള നമ്മളെ റബ്ബാണ്. അല്ലാതെ നമ്മൾ എന്ത് തോന്നിയ വാസം കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് നിക്കാഹിൻ്റെ കാര്യത്തിനെ കുറിച്ചായിരുന്നാലും മസ്അല അറിയാതെ സംസാരിക്കരുത്, ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ച് മസ്അല അറിയാതെ സംസാരിക്കരുത്. ഞാനാണെങ്കിൽ പോലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരണേനും അന്യ സ്ത്രീകളുടെ അടുത്ത് സംസാരിക്കണേനും പല കാര്യങ്ങളും എന്തൊക്കെ A to Z എന്തൊക്കെ ഉണ്ടെങ്കിലും മതത്തിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് കുറച്ചെങ്കിലും മതത്തിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയുക. പിന്നെ അതുപോലെ തന്നെ കുടുംബക്കാരെക്കുറിച്ച് പറയുമ്പം ചിലപ്പോൾ നമ്മളെ ഉമ്മയും വാപ്പയും കാരണമായിരിക്കാം നമ്മളെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മളെ ഉമ്മയും വാപ്പയും നമ്മളെ നോക്കാത്തവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഉമ്മയും വാപ്പയും ദേഷ്യമുള്ളവരായിരിക്കാം, നമ്മളെ ഉമ്മയിപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ ടോർച്ചറിങ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ വിധി കൊണ്ടോ അവരിൽ നിന്നും പലതും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും. പക്ഷേ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വെച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയൊരു ഉളുപ്പ് വേണം. കാരണം അവർ കാരണമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലെത്തിയത്, നമ്മൾ ഇത് ഭൂമിയിലെത്തിയത്, നമ്മൾ ഇങ്ങനെയൊക്കെ ആയിട്ട് സംസാരിക്കാൻ നമ്മളെ പ്രാരാബ്ധരാക്കിയത് അവർ കാരണമാണ്. ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നുണ്ട്, മാതാവിൻ്റെ കാൽപാദത്തിലാണ് സ്വർഗം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതും കൂടി ചിന്തിക്കണം. ഇസ്ലാമിനെ കുറിച്ച് വേറെ രീതിയിൽ സംസാരിക്കുമ്പോൾ ഇതും കൂടി പറയണം. അപ്പോൾ ഒരു ഉമ്മ ആവട്ടെ, ഉപ്പ ആവട്ടെ, അനിയത്തിമാരാവട്ടെ, അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള നമ്മളെ കുടുംബ ബന്ധങ്ങളാവട്ടെ, നമുക്കൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മളായിട്ടിരുന്നുകൊണ്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അല്ല നമ്മളെ കുടുംബത്തിലുള്ളവരൊക്കെ മോശമാക്കി കുറിച്ച് നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ വീഡിയോസ് ഇടരുതെന്ന് എനിക്ക് നല്ലൊരു അഭിപ്രായമുണ്ട്. ഞാൻ പേര് പറയണില്ല, 2-3 ദിവസത്തെ വീഡിയോസൊക്കെ കണ്ട് ഇൻ്റർവ്യൂ ഒക്കെ കണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ആളെക്കുറിച്ച്. അപ്പം അന്ന് ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്, ഇപ്പോഴും ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. അവരോട് എനിക്ക് ഒരു വ്യക്തി വൈരാഗ്യമല്ല, ഞാനും അവരും ആരുമല്ല, കണ്ടിട്ടില്ല, വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ എങ്കിലും പറയണത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുമ്പോൾ നമ്മളെ നാവിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിലേ സോഷ്യൽ മീഡിയ നമ്മളെ വളർത്തുകയും ചെയ്യും തളർത്തുകയും ചെയ്യും. അതൊക്കെ നമ്മൾ ഇതാക്കേണ്ട കാര്യമില്ല. അള്ളാഹ് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള വരുമാനം അത് യൂട്യൂബാണ് തരുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടെങ്കിലും നമുക്കൊരു വരുമാനം എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അത് തുടങ്ങിയവൾക്ക് അറിയാനും കഴിയും. ഇന്ന് തുടങ്ങി നാളെ റീച്ച് കിട്ടണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, കുടുംബക്കാരെ താറടിച്ച് കാണിക്കാൻ പറ്റും, അനിയത്തിമാരെ പറയാൻ പറ്റും, ഉമ്മയെ പറയാൻ പറ്റും, ഇപ്പയെ പറയാൻ പറ്റും, ഒക്കെ പറയാൻ പറ്റും. നമുക്ക് പറയാം, പക്ഷെ പറയാൻ അർഹതപ്പെട്ടവരുണ്ട്, മനസ്സിലായില്ലേ? പറയാൻ അർഹതപ്പെട്ടു. നമുക്ക് അത്രയും നമ്മൾ കാഠിന്യമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടി പോയി സമൂഹത്തിന് അതുവഴി നമുക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാം, ഇത് പറഞ്ഞാൽ സമൂഹത്തിനൊരു ഉപകാരം കൂടി ഉണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പറയാം. ഇത് നമ്മളെ ഉമ്മയെ കുറിച്ചിട്ട് ഉമ്മ അങ്ങനെ നോക്കിയിട്ടില്ല, നമ്മളിങ്ങനെ ചെയ്തിട്ടില്ല, ഉമ്മ മറ്റുള്ളവരെ നോക്കിയിട്ടുണ്ട്, അപ്പം പിന്നെ അതിനെക്കുറിച്ചൊരു റീസൺ വരും, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ അടുത്തുകൂടിയാണ് പറയുന്നത്. നമ്മളെ നിലനിൽപ്പിന് വേണ്ടി നമ്മളെ മതത്തെയോ നമ്മളെ കുടുംബത്തെയോ സോഷ്യൽ മീഡിയയിൽ വലിച്ചെഴുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാതിരിക്കുക. നമ്മളെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും സൂക്ഷിച്ച് സംസാരിക്കുക. നമ്മളിപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് നാളെ മരിച്ചു പോവും ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മളെ മക്കൾ ഇത് കേൾക്കും, ബാക്കിയുള്ളവർ കേൾക്കും. അപ്പോഴും നമ്മളെ സമൂഹം വിലയിരുത്തും എന്താണെന്നുള്ളത്. നമ്മൾ ഫുള്ള് പെർഫെക്റ്റ് ആണെന്നോ ഞാൻ പെർഫെക്റ്റ് ആണെന്നോ ഞാൻ പറയില്ല, എനിക്കും കൂടിയുള്ളൊരു ഉപദേശമായിട്ടാണ് ഞാനിത് പറയണത്. ചില സ്ത്രീകളുടെ വീഡിയോ കാണുമ്പോൾ വിഷമം തോന്നലുണ്ട്. കാരണം
കുടുംബത്തിനെ പറഞ്ഞിട്ട് നമുക്ക് പൈസ വാങ്ങേണ്ട കാര്യമില്ല. കാരണം ഒരു ചൊല്ലുണ്ട്, നമ്മൾ പല്ലിൽ കുത്തിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് മണപ്പിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ തന്നെയാണ് അതിൽ സ്വയം നാറുന്നത്. ഒരിക്കലും അത് മറ്റുള്ളവരല്ല. വീഡിയോ ചെയ്ത ഇൻ്റർവ്യൂ കൊടുത്ത ഇന്നലത്തെ ആ ഇൻ്റർവ്യൂവിൽ ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒന്നും നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. സപ്പോർട്ട് ചെയ്തവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ വീഡിയോസ് ഇടുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇടുമ്പോൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. വിമർശിക്കാം, ഓക്കെ, വിമർശിച്ച് അതിൻ്റെ ഓവർ ആകുമ്പോഴത്തേക്ക് ഞാൻ അവരോട് ഞാൻ പറയലുണ്ട്, നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണണ്ട. പിന്നെ വിമർശിക്കാൻ ഒരു യോഗ്യത എനിക്കും ഉണ്ടാവില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല. ഒക്കെ പഠിച്ചവൻ്റെ കഥയാണ്. നമ്മളെല്ലാവരും റബ്ബിൻ്റെ അടിമയാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ പോവേണ്ടവരാണ്. എന്നിട്ട് പറയും ഇല്ല അള്ളാഹുവിൻ്റെ മുന്നിൽ പോവേണ്ട, കുറേ ഖുറാനും ഹദീസും പറയുക, എന്നിട്ട് മുഖം കാണിച്ച് ഇത് ചെയ്യുക. ഒരു ഇസ്ലാമിക സ്ത്രീയെ സംബന്ധിച്ച് മുഖവും മുൻകൈയും അവൾ ഔറത്തല്ല, ബാക്കിയുള്ള എല്ലാം ഔറത്താണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും ഇതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ആ മസാലയായിട്ട് എൻ്റെ ഇൻബോക്സിലോ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലോ വായോ. പിന്നെ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് വളർച്ചയിലെത്തിയ സ്ഥിതിക്ക് ഇനി ഒരിക്കൽ പോലും കുടുംബത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എന്ന് വെച്ചാൽ നിക്കാഹ് കഴിച്ചു, അൽഹംദുലില്ലാ, ആ കുട്ടി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അത് പ്രായം കുറഞ്ഞോലെ കഴിക്കണതും പ്രായം കൂടിയോലെ കഴിക്കണതും മക്കളുള്ളവരെ കഴിക്കണതും മക്കളില്ലാത്തവരെ കഴിക്കണതും ഒക്കെ എല്ലാം നമ്മളെ ഇഷ്ടങ്ങളാണ്. പക്ഷെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കാത്തത് കൊണ്ടാണ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരണത്. അപ്പം ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, സത്യത്തിൽ ഞാൻ ഇങ്ങനെയാണ്, പക്ഷേ ഞാൻ പണ്ട് അങ്ങനെ സംസാരിച്ചതാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് തോന്നലുണ്ട്. കാരണം സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അയ്യോ ഞാൻ പാവമാണ് കേട്ടാ എന്ന് പറഞ്ഞിട്ട് എല്ലാം കിട്ടിയതിന് ശേഷം ഒരു പുലിയെപ്പോലെ രംഗത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മനുഷ്യന്മാരുണ്ടല്ലോ, അവർ നമ്മളെ എന്താ കരുതുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് നാളെയും സമൂഹത്തിൻ്റെ മുന്നിൽ ജീവിക്കേണ്ട ആൾക്കാരാണ്. മാത്രമല്ല നമുക്ക് മക്കളുണ്ട്, 5 കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാം നാളെ സമൂഹത്തിൻ്റെ മുന്നിൽ ജീവിക്കണം. ഈ പറയണതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം പറയണത് പബ്ലിക് പ്ലേസിൻ്റെ മുന്നിലാണ്. വീഡിയോസ് ഷെയർ ചെയ്ത് പോവലുണ്ട്, ചിലവരത് ഡൗൺലോഡാക്കി വെക്കലുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞത് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. ഞാനും ഒരു സ്ത്രീയാണ്, അവരും ഒരു സ്ത്രീയാണ്. അപ്പം നല്ല സഹതാപത്തോടു കൂടി ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, റബ്ബേ നമുക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കൊടുക്കായിരുന്നല്ലോ, അങ്ങനെ വരെ ചിന്തിച്ചിട്ടാണ് ഓരോ വീഡിയോസ് കണ്ടത്. ഇപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അള്ളാഹാണ് പുറത്തു കൊടുക്കേണ്ടത്. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്, പറയുന്ന വാക്കുകൾ ഒരുപാട് ആലോചിച്ച് പറയുക. നമ്മൾ നിൽക്കുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. ജനം നമ്മളെ സ്വീകരിച്ചത് നമ്മളെ സംസാരം നമ്മളെ ജീവിത സാഹചര്യങ്ങൾ കണ്ടിട്ടാണെങ്കിൽ ആ ജനങ്ങൾ തന്നെ നമ്മളെ തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥ നമ്മൾ ഇട്ടുകൊടുക്കാതിരിക്കുക. എങ്കിലേ നമുക്ക് നാളെ ഇവിടെയും അവിടെയും രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഓരോ വാക്ക് പറയുമ്പോഴത്തേക്കും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്, ഇത് ആർക്കൊക്കെ വേദനിക്കും. നമ്മളിതെല്ലാം പറഞ്ഞിട്ട് നമ്മളെ വീട്ടിലോട്ടാണ് ചെല്ലേണ്ടത്. അവർക്കൊക്കെ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് സ്വന്തം കാര്യം നല്ലപോലെ നോക്കി, അൽഹംദുലില്ലാ അത്യാവശ്യം ഇപ്പോൾ വരുമാനമുണ്ട്. ആൾക്കാർ അറിഞ്ഞതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഒക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ആ കുട്ടിക്ക് ഒരു വീട് എത്രയും പെട്ടെന്ന് ആവട്ടെ. നല്ല മനസ്സും നല്ല സംസാരിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത തരത്തിലുള്ള സംസാരം വരട്ടെ. ഇപ്പം നാളെ എനിക്കും ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരാളെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നിരിക്കാം. പക്ഷേ അത് നമ്മളെ ഉപ്പ ഉമ്മ സഹോദരങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല. കാരണം അതൊരു കുടുംബമാണ്. അപ്പോൾ നാളെയും നമുക്കൊരു പോറലുണ്ടായ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയക്കാരുണ്ടാവില്ല. നമുക്ക് പണം തന്ന് സഹായിച്ചോലും ഉണ്ടാവില്ല. 1000 500 അല്ലെങ്കിൽ പിന്നെ 10,000 ഒക്കെ തരുമായിരിക്കാം. പക്ഷേ നമ്മളൊന്ന് വീണ് പോയാൽ നമ്മൾക്കുണ്ടാവേണ്ട ചിലപ്പോൾ നമ്മളെ ഉപ്പയായിരിക്കും ഉമ്മയായിരിക്കും നമ്മളെ സഹോദരങ്ങളായിരിക്കും. അല്ലാതെ നമുക്ക് ആരും ഉണ്ടാവില്ല. 1 2 ദിവസം ഈ പറയണ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഒരു കറിവേപ്പില പോലെയാണ് ആവണത്. അതുകൊണ്ട് ഉമ്മ എന്ന് പറയുന്നത് അത്രത്തോളം ഒരിതാണ്. എന്തൊക്കെ ഇരുന്നാലും ശരിയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ളൊരു ജെനുവിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി പറഞ്ഞ വാക്കുകൾക്ക് കുറച്ച് എനിക്ക് മനസ്സിനൊരു എന്തോ ഒരു വല്ലായിക തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ലക്ഷക്കണക്കിനൊന്നും ആൾക്കാർ കാണാത്തത് കൊണ്ട് കാണുന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ വിഷയമാണ്. പക്ഷേ ഇന്നലത്തെ ആ ഇൻ്റർവ്യൂവിൽ ഒരുപാട് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. ഞാൻ പറയുന്നില്ല, എന്തോ പഠിച്ചതിനും ഓളമായിട്ട് ആയിക്കോട്ടെ. പിന്നെ നമ്മളെ മതത്തിനെ ഒന്നും ഇതാക്കണ്ട. നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കണം, നമുക്ക് തന്നെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ മതത്തിനെ കുറിച്ച് നമ്മൾ പറയണ്ട. മതത്തിൻ്റെ മസലയും അതിനെയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് ആർക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അത് പച്ചയായ സത്യമാണ്. ഞാൻ ഉപജീവന മാർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട്, ഇല്ലയെന്നൊന്നും പറയണില്ല. പക്ഷേ അതെല്ലാം ജെനുവിനായിരിക്കുക. ഇവിടം വിട്ട് പോവേണ്ട ഒരു ദിവസം ഉണ്ടാവും, അതേ പറയാനുള്ളൂ. പിന്നെ വേറെന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ, സന്തോഷമല്ലേ?
ഇവിടെ ഇന്നത്തെ ദിവസം ഭയങ്കര മഞ്ഞിൻ്റെ ദിവസമായിരുന്നു, മഴ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പം അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് പേര് വിളിച്ചിട്ടും സംസാരിച്ചിട്ടൊക്കെ നല്ലതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ പിന്നെ ഒരു പുതിയൊരു സുഹൃത്ത് വടക്കാഞ്ചേരിയിൽ നിന്ന് റഹ്മത്ത്, അപ്പോൾ ഓളെ കാണാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഒരുപാട് എടുക്കാൻ കഴിയാതെ ഇരുന്നിട്ടുണ്ട്. അതൊന്നും മനഃപൂർവ്വമല്ല. പിന്നെന്താണ്, ഓരോരോ പ്രശ്നങ്ങളല്ലേ, നമ്മളെ മനുഷ്യരല്ലേ, ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ എടുക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ആരുടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ സ്നേഹമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല മെസ്സേജ് അയക്കാത്തത്. നല്ല പോലെ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു പരിഹാരം കണ്ടെത്തി തരട്ടെ. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക. എൻ്റെ ദുആകളിൽ നിങ്ങളും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.